മാസ് കോമഡി ഐറ്റം വേറെയിലെ അടുത്ത ഐറ്റവുമായി എത്തുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രിയമേറിയ ഒരു ടീമാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം രാജ്മോഹൻ ചേട്ടൻ, അഭിലാഷ് ചേട്ടൻ, അഭിലാഷ് മല്ലിശ്ശേരി ആൻഡ് വിഷ്ണു പെണ്ണുകര. ഹലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുതെന്ന്? ഞാനൊരു ജോലിക്ക് നിൽക്കൂല്ലോ ഇവിടെ. ഞാനിവിടെ ഫോണും കളിച്ചോണ്ട് കഴിഞ്ഞാൽ മോലാളി വന്നു കഴിഞ്ഞാൽ പറയത്തില്ലയോ ഞാൻ ഫോണും കളിച്ചോണ്ടിരിക്കുക, ജോലി ചെയ്യത്തില്ലെന്ന്. ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുത്, എനിക്കത് ഇഷ്ടമല്ല. ആഹാ, പിന്നെ കള്ള വന്നു. അയ്യോ, ഈ ചുവന്ന ചുരിദാറിട്ടിരിക്കുന്ന ചേച്ചിയുടെ കുത്തിയുള്ള നോട്ടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാമകനെ വിളിച്ചാന്ന് തോന്നല്ലോ. കാമകനെയൊന്നും അല്ല വിളിച്ചത്, എന്റെ കെട്ടിയോനെ വിളിച്ചതാ, സുജിത്ത് കുട്ടൻ. ഇപ്പൊ എന്തിനാ വിളിച്ചെന്നറിയാമോ? പരാതി പറയാൻ വിളിച്ചതാ. എന്റെ ദൈവമേ, എന്റെ അച്ഛനും ഈ ചേട്ടനും കൂടെ ചേരത്തേയില്ല, എന്നും വഴക്കാ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ അമ്മായിമ്മ പോരല്ലായിരുന്നു ചേച്ചി, ഇപ്പൊ അങ്ങനല്ല, അമ്മായിപ്പം പോരാ വീട്ടിൽ നടക്കുന്നത്. ഈ പരാതി പറയാനെങ്ങാണ് ഇയാൾ വിളിക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ ഇടുക്കിന്ന് വണ്ടിയും വിളിച്ച് അയാൾ ഇവിടെ വരും പരാതി പറയാൻ. ഈ പരാതിയും പറഞ്ഞ് പോകുന്ന സമയത്ത് ഞാൻ എന്തോ ചെയ്യണം? വണ്ടിക്കൂലിക്കും ചെലവിനും കാശ് കൊടുത്ത് വിടണമെണ്ണ. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വിജുക്കുട്ടണ്ണ ഒരു കാര്യം അറിയാവോ? ഈ പരാതി കേൾക്കാൻ വേണ്ടി ഒരു മാസം എനിക്ക് 3500 രൂപ ചെലവാ. ദൈവമേ, എന്റെ അച്ഛന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. ഈശ്വരോ, വീട്ടിൽ നിന്ന് എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്, അല്ലേ അച്ഛൻ ഇങ്ങനെ ഓടി വരത്തില്ല. ഇത്രയും തുമ്മിക്കാണിക്കാൻ വേണ്ടിയാണോ ഇത്രയും ദൂരത്തുനിന്ന് ഇങ്ങോട്ട് ഓടി വന്നേ? ആര് തുമ്മിയടി? എടി, ഞാൻ അച്ചാച്ചൻ എന്ന് പറഞ്ഞതില്ലേ? എന്നാ അച്ചാച്ചന്റെ മീശക്ക് എന്താ പറ്റിയ അച്ചാച്ച? അത് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സിഗരറ്റ് കത്തിച്ചതാ. ഇങ്ങനെ ചുണ്ടിനടുത്ത് വെച്ചപ്പോ ആളി ഒരു കത്തടി. മൊത്തത്തിൽ കത്തായിട്ട് പോകാൻ കാര്യമായി. അച്ഛൻ എന്തു അച്ഛൻ ഇപ്പൊ ഓടി ഇങ്ങോട്ട് വന്നേ? എന്താ കാര്യം? അവൻ വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹളമാന്ന്. അച്ഛാ, നിങ്ങൾ രണ്ടും കൂടെ വഴക്കുണ്ടാക്കിയിട്ടാന്ന് ഓടി ഇങ്ങോട്ട് വന്നേ? എന്തുവായിരുന്നു കാര്യം എന്ന് പറയാനാ ഞാൻ ചോദിച്ചത്. എനിക്ക് അവന്റെ സ്വഭാവം എനിക്ക് പിടിക്കുന്നില്ലടി കൊച്ചേ. എന്തോ ചെയ്യാനാന്ന് പറ. ഈ വീട്ടിൽ കിടന്ന് ഇവർ രണ്ടും കൂടി വഴക്കുണ്ടാക്കുന്ന കാരണം കൊണ്ടല്ലോ നാട്ടുകാരെ കൊണ്ട് എനിക്ക് അങ്ങ് ശല്യമാ. എന്തുവാ എന്റെ അണ്ണൻ പാവമാ, അറിയാമോ? ആര് പറഞ്ഞടി? ഇത്രയും നാള് അവന്റെ പേര് സൂയിത്തൂട്ടൻ താന്നാ ഞാൻ അറിഞ്ഞത്. ഇപ്പോഴെങ്ങനെ അവന്റെ പേര് പെട്ടെന്ന് ബാബു നാക്കിയത്? ബാബു പേര് നല്ല പറഞ്ഞത്. എന്റെ അണ്ണൻ പാവമാ, എനിക്കറിയാന്നാ പറഞ്ഞത്. പിന്നെ അവൻ പൂലോ പാരയാവൻ. പിന്നെ എന്തുവാ ഇപ്പൊ കുഴപ്പം? എടി, അവന്റെ സ്വഭാവം മഹാപെശക. നിനക്കറിയത്തില്ല, എന്നും വൈകുന്നേരം ആവുമ്പോ ഇവനുണ്ടല്ലോ വൈകുന്നേരം തുളസിയായിട്ടാ വീട്ടിൽ വരുന്നത്. എന്റെ തമ്പുരാനെ, ഞാൻ വീട്ടിലില്ലാത്തപ്പോ ഈ മനുഷ്യൻ എന്തുവാ കാണിക്കുന്നേ? അയ്യോ, എന്റെ കെട്ടിയോ പഠിച്ചു പോയോ? അച്ഛ, ആരാച്ചാ ഏതവളെ കൊണ്ട് അച്ഛൻ കയറി വരുന്നത്? അച്ഛ, എന്റെ കേട്ടിട്ട് ഏതവളെ കൊണ്ട് ഏതവളാച്ചാ? ഈ വളവളയൊന്ന് നിർത്ത. ഞാൻ പറയുന്നത് എടി കൊച്ച, ഞാൻ പറഞ്ഞത് വൈകുന്നേരം ആവുമ്പോ ഇവനുണ്ടല്ലോ കുറച്ച് തുളസിയിലയും പറിച്ചോണ്ട് വന്ന് വെള്ളം തിളപ്പിച്ച് കുടിക്കുവാന്ന്. അതായിരുന്നു അച്ഛൻ ഈ മനുഷ്യനെ കൊല്ലുന്ന രീതിയിലുള്ള സംസാരിച്ചത്. ഞാൻ വിചാരിച്ചു ഏതായാലും പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് വീട്ടിൽ വരുമായിരിക്കും. അതിനുള്ള ബുദ്ധി എന്താ കിഴങ്ങനില്ലടി. പോകുന്ന വഴിക്ക് 2.5 കിലോ കിഴങ്ങ് മേടിച്ചോണ്ട് പോണെന്ന് പറയുമായിരുന്നു. അച്ഛനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇവിടുന്ന് 2 മാസത്തിൽ 2 ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിലോട്ട് ചെല്ലുന്നത്. ഈ സമയം മൊത്തം ഉണ്ടല്ലോ ഒരു പെണ്ണുങ്ങളെ പോലെ എന്റെ വീട്ടിൽ കിടന്ന അണ്ണൻ ജോലി എടുക്കുക. നിന്റെ അമ്മ പണ്ട് പണിക്ക് പോകുന്ന സമയത്ത് ഞാനായിരുന്നു വീട്ടിലെ ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്നത്. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടറിയാം. അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. അണ്ണൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കൊണ്ടാ 3 നേരം ഞങ്ങൾ വായിക്ക് രുചിയായിട്ട് അങ്ങോട്ട് തിന്നുന്നത്. വായിക്ക് രുചിയായിട്ട് എന്താ കഴിക്കുന്നത്? എന്തുവാ അവൻ വെക്കുന്ന എന്തായാലും കൊള്ളാം. വായി വെച്ച് കൊണ്ടാൻ കൊള്ളാം. അവിടെ അവൻ ഉണ്ടാക്കി. അച്ഛൻ പറയുന്നേ കേട്ടോ. അണ്ണൻ അങ്ങനല്ല ചേച്ചി എന്നോട് പറയുന്നത്. അണ്ണനൊരു മീൻകറി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മുള്ളു വരെ ഈ അച്ഛൻ തിന്ന് തീർക്കുമെന്ന്. അത് നേരെ കേട്ടോ. മീൻ മൊത്തം പിറക്കി തന്നെ മുള്ളു മാത്രം ബാക്കി വെക്കും. ആ മുള്ളു ഞാനെടുത്ത് തിന്നുന്ന കാര്യമായിരിക്കും അവൻ നിന്റെ അടുക്കാൻ പറഞ്ഞത്. നിനക്ക് വേറൊരു കാര്യം അറിയാമോ? എടി, ഞാൻ ഈ മീൻ മുള്ള തിന്ന് എനിക്കിപ്പോ മൂത്രത്തിൽ കല്ലല്ല, പിന്നെ മൂത്രത്തിൽ മുള്ള എന്നാ ഡോക്ടർ പറയുന്നത്. എന്റെ അച്ഛ, അണ്ണൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. എനിക്ക് അണ്ണനെ നല്ല പോലെ അറിയാം. അണ്ണൻ അങ്ങനെ ഒരു സ്വഭാവക്കാരനല്ല. അവിടെ ഭർത്താവിനെ കണ്ടപ്പോ ഞാൻ അവക്ക് പിന്നെ ഔട്ട്. ഞാനിവിടെ ഔട്ട് അല്ലടി. അച്ഛൻ ഔട്ടോ? ഔട്ടെന്നല്ല പറഞ്ഞു. എടി, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ ശമ്പളം മേടിക്കാൻ വേണ്ടി വന്നതാ. അതിന് അച്ഛനല്ലല്ലോ ഇവിടെ ജോലി ചെയ്യുന്നത്, ഞാനല്ലേ ജോലി ചെയ്യുന്നത്.
എടി അതാ പറഞ്ഞത്, ഞാൻ നിന്റെ ശമ്പളം മേടിക്കാൻ വന്നതെന്നാ പറഞ്ഞത്. ആ ഊതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. 10 പൈസ ഞാൻ തരത്തില്ല. 10 പൈസ ആർക്ക് വേണ്ട പടി? എടി ഒരു 500 രൂപ ഇങ്ങോട്ട് താടി. പിന്നെ 500 രൂപ എടുത്തങ്ങ് വെച്ചാൽ ശാരദ ഒരു 500 രൂപ താടി. എന്റെ കയ്യിലല്ല. നീ പൈസ തന്നില്ലെങ്കിൽ വേണ്ട. ആരാണ്ട് ഷാർജയും കൊണ്ട് വരുന്നുണ്ട്, അതെങ്കിലും ഒരു ഗ്ലാസ് മേടിച്ചു. ചാർജ് ഒന്നും അല്ല, വേറെ ഏതാണ്ടാ. അയ്യോ അണ്ണനാന്നല്ലേ വരുന്നേ. ദൈവമേ, ഇതെന്താ കോടാലിയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നേ? കൊള്ളാം. എടി ഒരു കൊച്ചു പിച്ചാച്ചി പോലും കൈ കൊണ്ടെടുക്കാത്ത അവനാ ഇനി കോടാലി എടുത്തോണ്ട് വരാൻ. എന്റെ ദൈവമേ, എന്തോന്നാണ് അയാൾ? എനിക്ക് മനസ്സിലായി കാര്യം എന്തോന്ന് മനസ്സിലായി. ഇവന് എന്നെ കുറിച്ച് എന്താണ്ട് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അവൻ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് മാറിക്കും. ഇവൻ എന്നെ കുറിച്ച് എന്താ പറയുന്നതെന്നൊന്നും അറിയണമല്ലോ. ഈ കൊട്ടാരത്തിനോട് പോവാ. എടി നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് പുഴുങ്ങുമല്ലേ? അപ്പൊ ഇത് ഓരോന്ന് നിന്നോണ്ടിരിക്കാം. മര്യാദക്ക് ഇവിടെ വെച്ചിട്ട് പോകണം. ഇതൊക്കെ കണക്കുള്ളതാ. വെച്ചിട്ട് പോച്ച അങ്ങോട്ട്. ഇവനും അവനും ഒക്കെ കണക്കാന്തല്ലോ. എന്തോ ഒരു നാശം പിടിച്ച കാര്യമാണ്. അണ്ണന്റെ ഒരു കാലം ചെരുപ്പം തീയണ്ണ. ഓ അതിങ്ങോട്ട് ഇറങ്ങാനുള്ള തീർത്തിക്ക് പെര പൂട്ടിയില്ലേ? അപ്പൊ ഒരു ചെരുപ്പ് പെരക്കാത്തായി പോയി. എന്നിട്ട് ആ പെരക്കകത്ത് എടുത്തോണ്ട് വന്നില്ലേ? ഓ ഇനി അത് താഴിട്ട് തുറന്ന് അകത്ത് കയറി ആ ചെരുപ്പൊക്കെ എടുത്ത് എപ്പ ഇങ്ങോട്ട് വരാനാണ്? എന്നാലും മടിയാന്ന് നിങ്ങൾ പറയരുത്. എനിക്കോ എന്തിനാ ചാരുതേന്നും പറഞ്ഞോട്ട് കയറി വന്നേ? നിന്റെ വീട്ടിൽ എനിക്ക് കിടക്കാൻ പറ്റത്തില്ല സാരഥേ. അണ്ണന്റെ കട്ടിലും പായും തലാനയൊക്കെ എടുത്തോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. സാരഥേ എന്തുകൊണ്ടാ? നിന്റെ അച്ഛൻ എന്നെ ഇട്ട് പീഡിപ്പിക്കുന്ന കാര്യം നിന്നോട് പറയാൻ വന്ന നിന്റെ ഭർത്താവായ സുജിത്ത് കുട്ടന്റെ മുഖത്ത് നോക്കി ഈ കട്ടിലിന്റെ കോമഡി അടിച്ചാൽ എനിക്ക് ചിരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല സാരഥേ ഞാൻ. ഓ ഈ പറഞ്ഞത് കേട്ട് ഇവിടെ എല്ലാരും അങ്ങ് ചിരിച്ചു. സാരഥേ എന്തുവാണ്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഓടി വന്നതെന്ന് പറയാൻ? അച്ഛൻ എന്നോട് ചെയ്യുന്ന ദ്രോഹം നിനക്ക് അറിയാവോ സാരഥേ? എന്തോ ചെയ്യുന്ന അണ്ണന്? സുഗമോ ദേവി സീരിയൽ എന്നെ കാണിച്ചിട്ട് 2.5 ആഴ്ച. ആണുങ്ങൾ ഇങ്ങനെ സീരിയൽ കണ്ട് ചിരിക്കണ്ട. കളിയാക്കുന്നു. അത് മാത്രമാണോ? പിന്നെ എന്തുവാ? നിന്റെ അച്ഛന്റെ ആട്ടും തുപ്പും ഞാൻ സഹിക്കാം. ഇപ്പൊ നിന്റെ അച്ഛൻ കാരണം നാട്ടുകാരും എന്നെ തെറി വിളിച്ചു തുടങ്ങി സാരഥേ. അതെന്തോ എന്നെ തോക്കേടാ? എന്റെ അണ്ണനെ നിങ്ങൾ എന്തിനാ തല്ലി വിളിക്കുന്നത്? അത് ഞാൻ പറഞ്ഞുതരാന്ന്. ഇവിടെ അച്ഛൻ വീട്ടിലായിരുന്നു കുളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ പുള്ളി പുതിയൊരു പരിപാടി തുടങ്ങിയേക്കുക. കൊത്തു പൊറോട്ട പോലിരിക്കുന്ന ഒരു തോർത്തുണ്ട് ഈ പുള്ളിക്കാരൻ. അത് ഉടുപ്പില്ലാതെ ഒരു കട്ടൻ പീടിയും വലിച്ച് അപ്പുറത്തെ തോട്ടിപ്പോയി 3 മുങ്ങും. എന്നിട്ട് 1 കിലോ കാര്യമായിട്ടാ ഈ മനുഷ്യൻ കേറി വരുന്നത്. മീൻ പിടിക്കാൻ പോകുന്നല്ലോ. പാവം പിടിച്ചോണ്ട് വരട്ടെണ്ണ. എടി ആ തോർത്ത് മുഴുവൻ ഊട്ടയാണ്. ഓരോ മുങ്ങിനും ഓരോ ഊട്ടയിൽ ഓരോ കാരി വെച്ച് കേറും. ആ കാര്യമായിട്ട് വന്നിട്ട് ഞാൻ അമ്മയിൽ അരച്ച് കറി വെച്ച് കൊടുക്കണം സാരഥേ. അത് മാത്രമല്ല ഈ മീനും പിടിച്ചോണ്ട് ഇവിടെ അച്ഛൻ തോർത്ത് കൊടുത്തോണ്ടൊരു വരവുണ്ട്. എങ്ങനെയുണ്ടെന്നാ കാണാന്? പഞ്ചറൊട്ടിക്കാൻ വേണ്ടി ട്യൂബിനകത്ത് ഈർക്കിൽ കുത്തി വെച്ചേക്കുന്ന കണക്ക് കാരി തോർത്തിനകത്ത് ഇങ്ങനെ ഇരിക്കും. അതും പിടിച്ചു വെച്ചോണ്ടാ ഇവിടെ അച്ഛൻ വരുന്നത്. ഇതൊക്കെ ഞാൻ നിന്നോട് എങ്ങനെ പറയും സാരഥേ? അണ്ണാ ഒരു കാര്യം ചെയ്യണം. മീൻ പിടിച്ചോണ്ട് വരുന്ന അണച്ചിട്ട് മീനൊക്കെ കറിയൊക്കെ വെച്ച് അങ്ങോട്ട് കൊടുക്കണം. നമുക്ക് അപ്പുറത്തോട്ടങ്ങനെ അച്ഛൻ ഇങ്ങനെ മീൻകറിയൊക്കെ വെച്ച് കൊടുക്കുന്ന നിങ്ങളുടെ വടക്കും വെക്കാനൊക്കെ അങ്ങ് തീരും. അതൊക്കെ അങ്ങോട്ട് പോട്ടെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ പെരയുടെ പുറകെ കാട് കളിച്ച് നിന്ന് അണ്ണൻ ഇതെല്ലാം വെട്ടി കളഞ്ഞായിരുന്നാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ വന്നേ അണ്ണൻ്റെ? എന്റെ കൈവയ്യായിരിക്കുന്ന കാര്യം നീ മറന്നോ സാരഥേ? കൈക്ക് എന്താ പറ്റി അണ്ണന്റെ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വരെ അണ്ണന്റെ കൈക്ക് ഒരുപാട് പോയില്ലായിരുന്നല്ലേ? അയ്യോ ഇന്നലെ ഇച്ചിരി ചോറുണ്ടതാണ്. സാധാരണ ചെറിയ ഉരുള ഉരുട്ടിയാണ് ഞാൻ ചോറിയിരുന്നത്. ഇന്നലത്തെ ഉരുള അല്പം കൂടിപ്പോയി, വലിയൊരു ഉരുളയായിപ്പോയി ഉരുട്ടിയത്. ആ ഭാരം താങ്ങാൻ പറ്റാതെ എന്റെ കൈ ഒരു വശത്തോട്ട് ചരിഞ്ഞ് ഉളുക്കിയിരിക്കുകയാണ്. കാട് വെട്ടാൻ പറഞ്ഞപ്പോ പറയുന്ന ന്യായം കേട്ടോ. കാട് നിങ്ങൾ വെട്ടണ്ട. ചോറ് തിന്നുന്ന നമുക്ക് മര്യാദ കാണിച്ചു കൂടെയാണ് നിങ്ങൾക്ക്. എന്റെ എങ്ങനെ മര്യാദ കാണിക്കും? നിന്റെ അച്ഛന്റെ ഓരോരോ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ നാണം കെടും. ഇപ്പൊ പുതിയ എന്തുവാ? നീ പേടിക്കുന്ന പൂതിയൊന്നും അല്ല. മെട്രോ ട്രെയിനിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിക്ക് കറങ്ങണമെന്നും പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിനെന്തോ കുഴപ്പം? പ്രായമുള്ള മനുഷ്യരില്ലയോ? മെട്രോയിലോട്ട് അങ്ങോട്ട് കൊണ്ട് കയറ്റി എന്തുവാ കുഴപ്പം? മെട്രോയിൽ കയറ്റുകയും ചെയ്ത് ഞാൻ നാണം കെട്ട് നാറുകയും ചെയ്തു. അതിന്റെ നാണം കെട്ട് നാറുന്നേ? മെട്രോയിൽ കയറി ഞാനും ഇവിടെ അച്ഛനും കൂടെ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോ ഈ മെട്രോയിൽ ഒരു പെണ്ണൊരു സംഭവം അനൗൺസ് ചെയ്യുമല്ലോ. നെക്സ്റ്റ് സ്റ്റേഷൻ കടവന്ത്ര. നിന്റെ അച്ഛൻ ചാടി എഴുന്നേറ്റിട്ട് പറയും എനിക്ക് 5 ലക്ഷം ഉള്ള ആരെങ്കിലും സഹായിക്കാവോ? അങ്ങനെ പറഞ്ഞു. കടവന്ത്ര എന്ന് പറഞ്ഞപ്പോ അങ്ങേര് കടവത്ര എന്നാ കേട്ടത്. നാണം കെട്ട് നാറിയില്ല ഞാൻ. എന്റെ അണ്ണൻ ഇങ്ങനെ നാണം കെട്ട് അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അണ്ണൻ എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം എല്ലാം പണിക്ക് പോകാനല്ലേ പറഞ്ഞത്? കക്കാനും മോട്ടിക്കാനും പോകാൻ ഞാൻ പറഞ്ഞോണ്ണ ഞാന്
എന്റെ കഴുത്തുളുക്കിയിരിക്കുന്ന നിനക്ക് അറിയില്ലേ സാറിത്? എന്റെ ദൈവം തമ്പുരാനെ, 8 വർഷം മുമ്പ് ഇയാള് കുളിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പുറകിൽ അണ്ണാന്നൊന്ന് വിളിച്ചു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഉളിക്കെന്നും പറഞ്ഞ് അന്ന് മുതൽ പണിക്ക് പോകാതിരിക്കുന്ന മനുഷ്യനായി. എന്നാലും മടിയാന്ന് നിങ്ങൾ പറയരുതെണ്ണ. എന്റെ മടിയൊക്കെ എന്തോ മടി, നിന്റെ അച്ഛന്റെ മടി. ആ മടി നീ ആ മടി കണ്ടിട്ടുണ്ടോ ശാരദ? പിന്നെ എന്റെ അച്ഛന്റെ മടിയിലിരുന്ന് ഉറങ്ങുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കുഞ്ഞിൽ. ആ മടിയല്ല, പിന്നെ മറ്റേ മടി. കാലയിലെ നഖര് വെട്ടാൻ മടിയുള്ള ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഞങ്ങളുടെ വീട്ടിൽ ഒരു എലിയുടെ മാളമുണ്ട്. അവിടെ കൊണ്ടേ നീ കാല് വെച്ചു കൊടുക്കും. പാവെലി കപ്പയാന്നും പറഞ്ഞ അയാളുടെ നഗരിൽ നിന്നിട്ടാ എലി പോകുന്നത്. എലിയെ കൊണ്ടാ നിന്റെ അച്ഛൻ നഖം വെട്ടിക്കുന്നത്, അറിയാവോ? നീ പറഞ്ഞേക്ക ഞാൻ അവിടെ നിന്ന് കേട്ട് കേട്ടടാ. എന്റെ ഭഗവാനെ, വിഭാണ്ടകൻ ഇവിടെ ഉണ്ടായിരുന്നു. ആരറിഞ്ഞ്? എടാ നിനക്ക് പോലും ഞാൻ തിന്നാൻ തരുന്നില്ല, പിന്നെ എലിക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു സാരദേ? എനിക്ക് പോലും നിന്റെ അച്ഛൻ ഒന്നും തരത്തില്ല. സുഗമോദേവി നിങ്ങള് സുഗമോദേവി സീരിയല് പോലും നിന്റെ അച്ഛനെല്ലാം കാണിക്കത്തില്ല. ഞാനിപ്പോ എന്താണ് അച്ഛനെയോ കാണിക്കാത്ത? ഞാൻ എന്തോ ചെയ്തെന്നാ? എടി കൊച്ച, ഇവന്റെ ഈ കാര്യങ്ങളൊന്നും നിനക്കറിയാൻ വൈകിട്ടാ. ഞായറാഴ്ച ദിവസം ഉണ്ടല്ലോ, ഇവന് എനിക്കൊരു ബീഫ് പോലും മേടിച്ചു തരത്തില്ല, അറിയാം നിനക്ക്? അണ്ണാ, ഞായറാഴ്ച ദിവസം ഇച്ചിരി ബീഫ് വാങ്ങിച്ചു കൊടുത്ത് എന്താണ് കുഴപ്പം അച്ഛന്? എടി നിന്റെ അച്ഛന് മുടിഞ്ഞ കൊളസ്ട്രോളാ. ആര് പറഞ്ഞാൽ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്? എനിക്ക് എവിടെയാണോ കൊളസ്ട്രോൾ ഉള്ളത്? എവിടാ കൊളസ്ട്രോൾ ഇല്ലാത്ത? എവിടെയാണോ കൊളസ്ട്രോൾ ഉള്ളത്? നിങ്ങളൊന്ന് നോക്കിക്കേ. കഴിഞ്ഞ ആഴ്ച കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ലാബിൽ കൊണ്ടുവന്നു. കൊളസ്ട്രോൾ നോക്കാൻ വേണ്ടി ചോര എടുത്തപ്പോ ചോരക്ക് പകരം ശ്രിഞ്ചിനകത്ത് നെയ്യാണ് കയറിയത്. അത് കണ്ട ആ നേഴ്സ് ബോധം കെട്ട് വീണ്. അത് കഴിഞ്ഞപ്പോ ഒരു നെയ് കമ്പനിക്കാർ എന്നെ വിളിച്ച് 2 മാസത്തേക്ക് നിന്റെ അച്ഛനെ കൊടുത്താൽ നെയ്യ് എടുത്തിട്ട് 2 ലക്ഷം രൂപ നമുക്ക് തരാം. എന്നിട്ട് 2 ലക്ഷം രൂപക്ക് ഞാൻ വില പറഞ്ഞുറപ്പിച്ച മുതലായി നിന്ന് കീച്ചു. അങ്ങനെ എന്റെ നെയ്യെടുത്ത് നീ അങ്ങനെ കാശുണ്ടാക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കൊളസ്ട്രോൾ ഒക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ബീഫ് കഴിക്കരുത്. പിന്നെ ബീഫ് ഞാൻ തോന്നുമ്പോ പിന്നെ ബൗൾക്കം മേടിച്ച് വയ്ക്കാൻ പറ്റുമോ? അച്ഛൻ ഇപ്പൊ ബീഫാന്ന പ്രശ്നം. അച്ഛന് ബീഫ് ആണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. അണ്ണാ, എവിടുന്നേലും പോയി ഇത്തിരി ബീഫ് വാങ്ങിച്ചു കൂടെ തിന്നിട്ടങ്ങ് വഴക്കില്ലാതിരിക്കുമല്ലോ. നിങ്ങൾ ഈ മനുഷ്യന്റെ വായിക്കാത്തോട്ടൊന്ന് നോക്കണം. പാണ്ടിലോറി ഇടിച്ചു പൊളിഞ്ഞ മതില് പോലെ വായിലെ പല്ലിരിക്കുന്നു. ഒരു മുട്ട തിന്നാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഉഴപ്പി തല്ലിയ ഇങ്ങനെ വിഴുങ്ങുന്നത്. ആ മുട്ട തിന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറയും മുട്ടക്ക് രുചിയില്ലെന്ന്. കടിച്ച് ചവച്ചരച്ച് തിന്നാലല്ലേ മുട്ടയുടെ രുചി അറിയത്തുള്ളൂ. അത് മാത്രമല്ല, കഷ്ടമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ബീഫ് മേടിച്ച് കറി വെച്ച് കൊടുത്തു. അതില് ഒരു പീസ് ബീഫ് എടുത്ത് വായിലിട്ട് ചവച്ചത് നിങ്ങളൊന്ന് കാണണം. മെസ്സി ഗോൾ അടിക്കാൻ ബോളുമായിട്ട് കളിക്കുന്ന പോലെ ബീഫ് ഇയാടെ വായി കിടന്ന് കളിക്കുന്നത്. ഈ അണേന്ന് അപ്പുറത്തോട്ട് ചാടും, അപ്പുറത്തണേന്ന് ഇപ്പുറത്തോട്ട് ചാടും. ഇയാടെ ബീഫ് വായിന്ന് തെറിച്ചു പോകാതിരിക്കുള്ള ഗോളി ആരാന്നറിയാം? ഇങ്ങേരുടെ നാക്ക്. എന്തുകൊണ്ടാണ് നീ പറയുന്നത്? പിന്നെ അല്ലാതെ ഞാൻ എന്തോ പറയാനാന്ന് പറ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാവാ? ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ ശരിയാക്കി ഞാൻ നിന്റെ അച്ഛനെ തിന്നാൻ കൊടുത്തു. രാവിലെ 9 മണിക്കാ കൊടുത്തത്. രാത്രി 2:30 അത് തിന്ന് തീർന്ന് എന്റെ പ്ലേറ്റ് കൊണ്ട് തന്നപ്പോ. അണ്ണാ, ഇതിന് മാത്രം ബീഫ് പുറത്ത് എന്തിനാണ് തിന്നാൻ കൊടുക്കുന്നത്? കുറച്ച് കൊടുത്താൽ പോരായിരുന്നോ? 3 കഷ്ണം ബീഫ് തിന്നാനാ രാത്രി 2:30 വരെ സമയമെടുത്തത്. എന്നിട്ട് എന്നോട് വന്നിട്ട് പറയാൻ എന്നേക്കാൾ പ്രായമുള്ള പോത്തിനെയാണല്ലോ നീ എനിക്ക് കറി വെച്ച് തന്നേന്ന്. അറിയാവാ, ഇനി ഇപ്പൊ ഞാൻ ബീഫ് ചോദിച്ചിട്ട് കൊടുത്തില്ലേ, ഇയാൾക്ക് വേറൊരു പരിപാടിയുണ്ട്. എന്തുവാ? ഒരു വലിയ ഓസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തല എന്റെ തലങ്ങണിക്കീരി കൊണ്ട് കെട്ടി വെച്ചിട്ട് മറ്റേ തലയായിട്ട് ഇയാളുടെ റൂമിൽ പോവും. എന്നിട്ട് രാത്രി 12:30 ആകുമ്പോ ആ തലയിലിരുന്ന് എന്റെ തെറി വിളിക്കും. എടാ മരുമന്നാറി, നാളെ എനിക്ക് ബീഫ്, നിന്റെ സ്ഥാനം കടത്തിനയുടെ പുറത്താണ്. അതാകുമ്പോ തെറി വിളിക്കുന്നത് നാട്ടുകാർ കേൾക്കത്തില്ലെന്നാ നിന്റെ അച്ഛൻ പറയുന്നത്. അച്ഛൻ സൈക്കോയാടി, നിന്റെ അച്ഛൻ സൈക്കോയാടി, നിന്റെ അച്ഛൻ സൈക്കോ. നീ ആ വല്ല കടത്തിൻ്റെ കിടന്നുറങ്ങണ്ട നീയാണ്. എടാ, നിന്നെ എന്റെ മോളെ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമാണ് 4 കെട്ടുള്ള എന്റെ തറവാട്ടിൽ വന്ന് നീ കയറിയത്, അറിയാമോ നിനക്ക്? 4 കെട്ടെന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും വരിക്കാശ്ശേരി മനയെ പറ്റി എങ്ങനെ പറയുന്നത്. ഇവിടെ അമ്മയെ കെട്ടുന്നതിന് മുമ്പ് ഇയാൾ 4 പേരെ വേറെ കെട്ടി ആ വീട്ടിൽ കൊണ്ടുവന്നു. അതിന് നാട്ടുകാർ വിളിക്കുന്ന പേരാണ് 4 കെട്ട് വീട്. അത് ഇയാൾ തറവാടാക്കി പരിഷ്കരിച്ച് അതെന്ത് അന്തസ്സോടെ നിന്ന് പറയുന്നെന്ന് ഒന്ന് കേട്ട് നോക്ക് ചേച്ചി ശാരദ. അണ്ണാ, ഇതെല്ലാം പോട്ടെ. ഈ വഴക്കും വക്കാണത്തിന് വന്ന് ഇങ്ങോട്ട് കയറി വന്നേ. അല്ല, അണ്ണനെ ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ടില്ല അണ്ണാ വന്നേ. എന്ത് കാര്യമാണ്? എന്താ കാര്യമാണ്? അത് മറന്നുപോയോ? അണ്ണനോട് ഞാൻ പറഞ്ഞില്ലയോ വില്ലേജ് ഓഫീസിൽ പോയി വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കണമെന്ന്? അണ്ണൻ വാങ്ങിച്ചു വെച്ചോണ്ണ. എടി, ഇവൻ വില്ലേജ് ഓഫീസിൽ പോയടി. വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഇവൻ കയ്യും വീശി വരുന്നത് ഞാൻ കണ്ടതാ. വില്ലേജ് ഓഫീസിൽ പോയിട്ട് കയ്യും വീശി ഇങ്ങ് പോന്നോ? പിന്നെ നടക്കുമ്പോ കയ്യും കെട്ടിയാണ് നടക്കുന്നത്. കൈ വീശി വീശിയേ ഞാൻ നടക്കാറുള്ളൂ. അതാ ഈ സൂയിത്തൂട്ട്. എടി മോളെ, അതൊന്നും അല്ല കാര്യം. ഇവൻ വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ചോദിച്ചു. ഒരു വരുമാനമില്ലാതെ നിനക്ക് വരുമാന സർട്ടിഫിക്കറ്റ് തരത്തില്ലെന്ന് അവര് പറഞ്ഞു. അങ്ങനെ അവൻ തിരിച്ചു വന്നു. നിന്റെ അച്ഛൻ പറയുന്നൊന്നും വിശ്വസിക്കരുത്. അങ്ങനൊന്നും അല്ല അവിടെ നടന്നത്. എന്റെ കൂടെ പഠിച്ച എന്റെ പഴയ കൂട്ടുകാരനാ വില്ലേജ് ഓഫീസറായിട്ട്
ഇരിക്കുന്നത്. അയ്യോ അണ്ണാ കൂട്ടുകാരനില്ലേ അണ്ണാ, അപ്പൊ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി തരത്തില്ലയോ അണ്ണാ? അയ്യോ, അവന്റെ മുമ്പിൽ എനിക്ക് ചെല്ലാൻ പറ്റത്തില്ല. എന്തോ കാര്യം? പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ ഞാൻ അവനുമായിട്ട് ബെറ്റ് വെച്ചായിരുന്നു. ഞാനൊരു ജില്ലാ കളക്ടറായിട്ടേ അവന്റെ മുന്നിൽ ചെല്ലൂന്ന്. എടാ ഒരു പണിക്കും വേലയ്ക്കും പോകാത്ത നീ എവിടെടാ പിന്നെ ഇതാവാൻ പോകുന്നത്? എടാ നീ ഒരു കാര്യം ചെയ്യ്. സുരേഷ് നിന്നെ പണിക്ക് വിളിച്ചിട്ട് പെയിന്റിങ് പണിക്ക് വെച്ചാൽ നീ എന്താ പോകാഞ്ഞത്? മഴയത്ത് പോയിരുന്ന് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ പെയിന്റ് ഇളകി തറയെ പോകും. അതാ പിന്നെ വെയിലുള്ളപ്പോ പോകാൻ പോയിരുന്നു. സൂര്യാഘാതം എനിക്ക് ഏക്കും. എന്റെ ബ്ലഡും സൂര്യന്റെ ആഘാതവുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നാ ഡോക്ടർമാർ പറയുന്നത്. എടാ മഴയും വെയിലും ഇല്ലെങ്കിൽ എന്നാ പിന്നെ മഞ്ഞൾ. നിങ്ങൾ പെയിന്റിന്റെ പരസ്യം പറയണോ? മഴയത്തും വെയിലത്തും മഞ്ഞത്തും. എനിക്ക് നല്ല സൗകര്യം ഇല്ലായിരുന്നു. എപ്പോ നോക്കിയാലും തീറ്റയുടെയും പണിയുടെയും കാര്യം പറഞ്ഞാൽ വഴക്കുണ്ടാക്കിയോളും. ഞാൻ വീട്ടിൽ ഇത്രയും ദൂരം വന്ന് പണിയെടുക്കുന്ന ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാ ഇവിടെ വന്നേക്കോ. രണ്ടു കൂടെ എന്റെ സമാധാനം കളയാൻ വേണ്ടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രണ്ടുപേരും ഇപ്പൊ ഇവിടുന്ന് പൊക്കണം. പറഞ്ഞ മനസ്സിലായോ? പൊക്കണം വീട്ടിൽ. അച്ഛാ ഞാൻ പറയുവാ, ഈ മാസം ഞാൻ വീട്ടിലോട്ട് വരത്തില്ല. എനിക്ക് വെച്ചൊരു സമാധാനം വേണം. രണ്ടെണ്ണം കൂടെ ഇറങ്ങിയേക്കോ മനുഷ്യന്റെ സമാധാനം കളയാൻ വേണ്ടിയിട്ട്. മരുമോനെ, എന്താ അമ്മായി അച്ഛ? മോക്ക് നമ്മൾ രണ്ടുപേരും ഇവിടെ വന്ന അത്ര പിടിച്ചില്ലെന്നാ തോന്നുന്നു. പിടിച്ചില്ല. അണ്ണോ ഞാൻ പറഞ്ഞല്ലോ. എന്താ അണ്ണോ? എന്താന്ന്? അണ്ണാ ഞാൻ അവിടെ ഒരു കുപ്പിക്കകത്ത് സാധനം വെച്ചിരിക്കുന്ന കണ്ടില്ലെന്നാ. അത് ശരി. അപ്പൊ മുന്തിരി പഠിക്കാനാന്നും പറഞ്ഞു വന്നിട്ട് സാധനം പഠിക്കലാണ്. എടി കൊച്ചേ, അവിടെ കുപ്പിക്കകത്ത് മൂലയ്ക്ക് വെച്ചിരുന്ന സാധനമാണോ? അത് നിങ്ങൾ രണ്ടുപേരോട് സംസാരിച്ചോണ്ടിരുന്നപ്പം ഞാൻ അതെടുത്ത് കുടിച്ചാടി. എന്റെ തൊണ്ടയിൽ ഇത് മാറ്റാൻ വേണ്ടി എടുത്ത് കുടിച്ചാ മുന്തിരി ജ്യൂസ് അല്ലായിരുന്നു. വണ്ടി വിളിച്ചോണ്ട് ആശുപത്രി കൊണ്ടുപോകുന്നത്. അച്ഛാ അത് മുന്തിരി ജ്യൂസ് അല്ലായിരുന്നെന്ന്, കീടത്തിനടിക്കാൻ വെച്ചിരുന്ന മരുന്നായിരുന്നു. എന്റെ പൊന്നച്ഛാ, നിങ്ങൾ പേടിക്കണം. നിങ്ങൾക്കൊന്നും പറ്റത്തില്ല. എന്തുവാ? ലോകത്തിലെ ഏറ്റവും വലിയ കീടമാണ് ഈ നിൽക്കുന്നത്. ഇയാൾ ആ മരുന്നെടുത്ത് കുടിച്ചപ്പോഴേ ആ മരുന്നിന്റെ എഫക്റ്റ് പോയി. ശാരദേ, കിച്ചന്റെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. ആദ്യം നസീർക്ക. കൊള്ളായിരുന്നു, തരക്കേടില്ലായിരുന്നു. നിങ്ങൾ മൂന്ന് പേരും കൂടെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് തമ്മിലൊരു സ്പിരിറ്റ് ഉണ്ട്. സാധാരണ നിങ്ങൾ കൊണ്ടുവരുന്ന സ്കിറ്റിനൊരു വാശി ഉണ്ടാവും നിങ്ങൾക്ക് മൂന്ന് പേർക്കും. ആ വാശി ഇതിൽ അത്ര ഗംഭീരമായിട്ട് തോന്നിയില്ല. പക്ഷേ ഇതിൽ സ്കോർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഭിലാഷിനെയായിരുന്നു. അഭിലാഷ് ഫസ്റ്റ് ടൈം അല്ലേ ഫീമെയിൽ വേഷം? ഇങ്ങനെ ഒരു അമ്മൂമ്മയായിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല വൃത്തി ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു. നല്ലൊരു വീട്ടുകാരത്തിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അഭിലാഷ് ഇന്ന് ചെയ്തു വെച്ചത്. ബാക്കി പിന്നെ നിങ്ങളുടെ ഒരു സ്റ്റൈല്, പിന്നെ രാജ്മോഹൻ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഡയലോഗിൻ്റെ ആദ്യത്തെ ആ ശാരദ എന്നുള്ള വിളി, അതിലൊക്കെ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. സാധാരണ രാജ്മോഹൻ്റെ കളിക്കൊരു റേഞ്ച് ഉണ്ടല്ലോ, അല്ല ഹൈപ്പിൽ നിന്നിട്ടാണ് കളിക്കുന്നത്. ഇതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും ഇടയ്ക്ക് അത് കൊണ്ടുവരാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അഭിലാഷും നമ്മുടെ വിഷ്ണു അതേപോലെ തന്നെ. വിഷ്ണുവിൻ്റെ അച്ഛനാണെങ്കിൽ പോലും പറ്റേ അമ്മ കയറിയിട്ടുണ്ട് അതിൽ ആ നടപ്പിലൊക്കെ. ക്യാരക്ടറൊക്കെ ഓക്കെ, സബ്ജക്റ്റും ഒക്കെ നല്ല ഒരു രസമുള്ളൊരു സംഭവം നിങ്ങളെടുത്ത്. പക്ഷെ കുറച്ചുകൂടെ തമാശയാകാമായിരുന്നു. തമാശയുടെ ഒരു ക്ഷാമം ഇതിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പോണേ ഉണ്ടായിരുന്നു. എന്നാൽ അത്യാവശ്യത്തിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് തമാശകൾ. ഉള്ള തമാശകളൊക്കെ നല്ല കുറേ ഉദാഹരണ തമാശകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ കുഴപ്പമില്ലാതെ ഉള്ളത് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ കളിച്ച്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അഭിജിക്കട്ടൻ ചേട്ടാ. രാജുമോനെ, അഭിലാഷ്, വിഷ്ണു നന്നായിരുന്നു കേട്ടാ. ഈ പറഞ്ഞ പോലെ വിഷ്ണു, നിങ്ങൾ മൂന്ന് പേരുടെയും ഗെറ്റപ്പ് നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നണ ഇതൊരു നമ്മളും കണ്ടിട്ടില്ല. വിഷ്ണുവിൻ്റെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ജുബ്ബയൊക്കെ ഇട്ട് നല്ല പഴയൊരു അമ്മാവൻ അല്ലെങ്കിൽ വലിച്ചൻ എന്നൊക്കെ പറയില്ലേ, മീശയൊക്കെ വെച്ചിട്ട്. പിന്നെ മൂന്ന് പേരും ഗംഭീര അഭിനയമായിരുന്നു കേട്ടോ. നല്ല അവതരണമായിരുന്നു മൂന്ന് പേരും. ഒന്നും മറക്കാതെ നല്ല രസമായിട്ട് നല്ല ലെജിബിളായിട്ട് തന്നെ മൂന്ന് പേരും നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടല്ലേ. പക്ഷേ ഈ പറഞ്ഞിട്ട് എവിടെയൊക്കെ കൗണ്ടറുടെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൗണ്ടറുകളുടെ കുറച്ച് കുറവുണ്ടായിരുന്നു. പക്ഷെ നല്ല അവതരണമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൗണ്ടർ കൊത്തു പൊറോട്ട പോലത്തെ തോർത്തെന്ന് പറഞ്ഞിട്ടാ. അത് ഗംഭീര കൗണ്ടറായിരുന്നു കേട്ടോ. അത് സത്യം പറഞ്ഞാൽ അത് ഈ വിരിയാത്ത ഇല്ലേ, കുളിച്ച് ഒരു പിടി പോലെയാവും. അത് കുറച്ചേന്ന് വരുള്ളൂ, നിവൃത്തിയാലും സ്പ്രിങ് പോലെ ഇങ്ങനെ അമർന്നിരിക്കും. അത് ഗംഭീരമാണ്. അതുപോലെ കുറേ തമാശകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതേപോലത്തെ കുറേ കൂടി തമാശ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഗംഭീര സ്കിറ്റായേനെ. ബാക്കി അടുത്ത പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അത് നികത്തിയാൽ മതി കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഷാജി ചേട്ടാ. പറഞ്ഞ പോലെ തന്നെ മൂന്ന് പേരും ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ എനിക്ക് വിഷ്ണുവിന്റെ മീശ കാണുമ്പോഴേ എയർ-ഇന്ത്യയുടെ പരസ്യമല്ലേ അല്ലേ, അങ്ങനെ ഒരാളെ നിൽക്കുന്നില്ല ഇങ്ങനെ. എനിക്ക് പെട്ടെന്ന് വന്നു കയറിയപ്പോൾ എവിടെയോ കണ്ടു പറഞ്ഞൊരു പോക്ക്. അപ്പം എനിക്ക് കറക്റ്റായിരുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ അഭിലാഷ്
അഭിലാഷിൻ്റെ പെർഫോമൻസ് നമ്മൾ തേയിലത്തോട്ടത്തിലും അല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തിലൊക്കെ ഉള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ആളെപ്പോലെ തന്നെ തോന്നും. അതുപോലൊരു സ്ത്രീയുടെ എല്ലാ ചേഷ്ടകളും ഉണ്ട്. പിന്നെ നമ്മളുമായിട്ട് നമ്മുടെ ഓഡിയൻസുമായിട്ടും ഒക്കെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ ഭയങ്കര ലൈഫുണ്ടായിരുന്നു. ഈ പെർഫോമൻസിന് ഭയങ്കര ലൈഫുണ്ടായിരുന്നു. പിന്നെ രാജ്മോഹൻ എൻ്റെ എൻട്രിയും കൂടെ ആയപ്പോൾ നല്ല രസമായിട്ടത് പോയി. നല്ല കൗണ്ടറുകൾ കുറേ എണ്ണം ഉണ്ടായിരുന്നു. കുറവായിരുന്നു എങ്കിലും പെർഫോമൻസിൽ ശ്രദ്ധ പോയി. നമ്മളൊക്കെ പെർഫോമൻസിൽ ശ്രദ്ധിക്കുന്നത്. കാരണം വെച്ചാൽ നല്ല ലൈവായിരുന്നു കളിക്കുന്നത്. നിങ്ങൾ നല്ല റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. ബിജുക്കുട്ടൻ പറഞ്ഞ പോലെ ആക്ച്വലി ഹ്യൂമറിൻ്റെ കുറവുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയത് ആ ലൈവ് പെർഫോമൻസ് കൊണ്ടാണ്. അഭിനന്ദനങ്ങൾ, ഗംഭീരമായിരുന്നു. കൊള്ളാം. അപ്പൊ പെർഫോമൻസിന് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു സ്കിറ്റിന്റെ മാർക്ക് അറിയാം. നമുക്ക് ആദ്യം ഷാജു ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. 15,000. ഓക്കെ, 15,000. ബിജുക്കുട്ടൻ ചേട്ടാ? ഞാൻ ഒരു 15,000 രൂപ കൊടുക്കാം. 15,000. അപ്പൊ 30,000 രൂപയാണ് ഇതുവരെയുള്ള ടോട്ടൽ. നസീറിക്ക ദാ ഇപ്പൊ റിവീൽ ചെയ്യും. ഇക്ക ബാക്കിതാ 50,000. ഓക്കെ, മോശമില്ല. അപ്പൊ ഈ ഒരു സ്കിറ്റ് 50,000 രൂപയാണ് മുന്തിരിത്തോട്ടത്തിലെ സ്കിറ്റ് നേടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും കൂടുതൽ കൗണ്ടറുകളും അതുപോലെ തന്നെ ഇവിടെ നല്ല പഞ്ചും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരെ, കാര്യക്കാരെ, ഇന്ന് നമ്മുടെ വേദിയിൽ ഇനി അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് മിമിക്രി മഹോത്സവമാണ്. അപ്പൊ ഈ ഒരു മിമിക്രി മഹോത്സവത്തിനോടനുബന്ധിച്ച് നമ്മുടെ പത്തനംതിട്ടയിൽ നടന്ന പ്രാദേശിക ഓഡിഷനിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത ഒരു കലാകാരനാണ് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത്. നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്താലോ? തീർച്ചയായിട്ടും. അപ്പൊ ലെറ്റ്സ് വെൽക്കം മുഹമ്മദ് യാസീൻ. ഇതാണ് മുഹമ്മദ് യാസീൻ. അപ്പൊ യാസീൻ പറയൂ, എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് ചെയ്യുന്നത്? ഞാൻ മൂവാറ്റുപുഴയെന്നാ? അപ്പൊ നമ്മുടെ എറണാകുളംകാരനാണ്. അതെ, മൂവാറ്റുപുഴക്കാരൻ പത്തനംതിട്ടയിൽ പോയി. അതെ, ഇവിടുന്ന് അങ്ങോട്ട്. അതെ, അതെങ്ങനെയാണ് അതിന്റെ ഒരു ഇത്? ഓഡിഷന് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പൊ പോയിട്ട് എങ്ങനെയാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ഓഡിഷൻ തന്നെ ക്രാക്ക് ചെയ്ത്. അതെ മീനാക്ഷി, ആ. നമ്മൾ എവിടെ വെച്ചാലും അവിടെ ഓടി ആളെത്തും. അതെ, ഓഡിഷൻ ആളെത്തും. അതെ, അതാണ്. എന്തായാലും അത്രയും ദൂരം യാത്ര ചെയ്ത് വെറുതെ ആയില്ല, നമ്മുടെ ഫ്ലോറിൽ വന്നു. അപ്പൊ അതിന് തന്നെ ആദ്യം ഒരു വലിയ കൈയടി. എന്ത് ചെയ്യുന്നു യാസീൻ? ഈ കൊല്ലം 10 കഴിഞ്ഞ് +1 തുടങ്ങി. +1 വിദ്യാർത്ഥിയാണ്. ഓ, യുവ കലാകാരൻ. അതെ അതെ. അടിപൊളി. എന്താണ് സ്ട്രീം, എന്താണ് പഠിക്കുന്നത്? കമ്പ്യൂട്ടർ കൊമേഴ്സ്. കമ്പ്യൂട്ടർ കോമേഴ്സ്. ഓക്കെ. ഇനിയിപ്പോ എന്താണ് യസീൻ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് നമുക്കൊരു ആകാംക്ഷയില്ല. അതെ, അതെ. നമ്മൾ സാധാരണ മിമിക്രി മഹോത്സവത്തിന് എപ്പോഴും ശബ്ദാനുകരണമായിട്ടാണ് കലാകാരന്മാർ വരാറുള്ളത്. പക്ഷെ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയാലോ? ഞങ്ങൾ യൂത്തിനെ റെപ്രസെന്റ് ചെയ്ത് യസീൻ ഇവിടെ വന്നിരിക്കുന്നത് ബീച്ച് ബോക്സിംഗ് ആയിട്ടാണ്. ചേച്ചിമാര് കേട്ടിട്ടുണ്ടോ ബീച്ച് ബോക്സിംഗ്? കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും മുഹമ്മദ് യാസീൻ എന്താ ഇപ്പൊ ചെയ്തോളൂ. അപ്പോൾ മിമിക്രിയിൽ നിന്നും ഇച്ചിരി വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു DJ എഫക്റ്റ് കിട്ടും. അപ്പോൾ അത് ആദ്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഫ്ലോയിൽ നമുക്കൊരു DJ കേൾക്കാം. ഓക്കെ. DJ. സൂപ്പർ. അടിപൊളി. ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു ഓഡിഷൻ ക്രാക്ക് ചെയ്തൊരു വേദിയിൽ വന്ന് പെർഫോം ചെയ്യുന്ന പറയത്തേ ഇല്ല. താങ്ക് യു. അടിപൊളി. വേറെ എന്താ? അടുത്തായിട്ട് ആട് എന്ന സിനിമയിലെ സർബത്ത് ഷമീർ എന്നൊരു കഥാപാത്രം വരുമ്പോൾ ഒരു ബീജം ഉണ്ട്. നമുക്കത് കേൾക്കാം.
ഷമീൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ സർവത്ത് ഷമീർ. സർബത്ത് ഷമീന്റെ BGM ആയിരുന്നു. കിട്ടില്ല ഐറ്റം. അടുത്ത ഐറ്റം എന്താണ്? അടുത്തായിട്ട് നമ്മുടെ മമ്മൂട്ടി നായകനായ ഭീഷ്മ പർവ്വത്തിലെ വളരെ പ്രശസ്തമായ ആ BGM. ഓക്കെ ഓക്കെ, അടിപൊളി. ചമ്പിക്കോ. അടിപൊളി. അല്ല, മമ്മൂക്കടെ എടുത്തപ്പോ തീർച്ചയായിട്ടും ലാലേട്ടന്റെ ഏതെങ്കിലും എടുക്കണം. ലാലേട്ടൻ്റെ എടുക്കാം. അപ്പോഴാണ് സമാസമാവുക അല്ലേ? ഓക്കെ. ലാലേട്ടൻ്റെ നരൻ എന്ന സിനിമയിലെ BGM. അടിപൊളി. അടിപൊളി. ഇത് ഈ ഒരു ത്രോട്ട് വെച്ചല്ലേ ചെയ്യണേ? അതിനൊരു വലിയ കൈയടി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം. നെക്സ്റ്റ് ആയിട്ട്, സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ശബ്ദം പോകുന്നത് പുറത്തേക്കാണ്. ആ പുറത്തേക്ക് പോകുന്ന ശബ്ദം അകത്തോട്ട് വലിക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യാസമാണ് കാണിക്കാൻ പോകുന്നത്. ഇനി അതിൻ്റെ കൂടെ ചെറിയൊരു ലെയർ ബീറ്റും. ആ ചെറിയ ലെയർ ബീറ്റ് ഇതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ ശബ്ദം കയറി വരും. സൂപ്പർ സൂപ്പർ. നെക്സ്റ്റ്. അടുത്തായിട്ട് ഒരേ സമയം 4 ശബ്ദങ്ങൾ. ആദ്യത്തെ ശബ്ദം 2, 3, 4. ഇതെല്ലാം ഒരേ സമയം നമുക്ക് കേൾക്കാം. ഓക്കെ. ഓ, അമേസിംഗ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഒന്നുകൊണ്ടേന്ന് ഒരു ശബ്ദം തന്നെ വരുന്നത് നമുക്കൊക്കെ ഇടയ്ക്ക് ഇത്തിരി പാടാണ്. ഒരു സമയം 4 ശബ്ദം കിടിലം അല്ലേക്ക? പിന്നെ ഇനി അടുത്തത് നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ഡേഞ്ചറസ് 4. MJ ഫാൻസ്, MJ ഫാൻസ്. സൂപ്പർ. ഇവിടെ തന്നെ അവിടെ തന്നെ ഷോൾഡറൊക്കെ പറ്റുന്ന രീതിയിൽ സ്റ്റെപ്പിട്ടു. അടുത്ത എന്താണ്? ഇനി നമുക്ക് അവസാനമായിട്ട് കലാശക്കൊട്ട് എന്ന രീതിയിലുള്ള ഒരു അവസാനമായിട്ട് കുറച്ച് ബേസിക് ആയിട്ട് ഒരു ബീറ്റാണ് ചെയ്യുന്നത്.
യാസിനെ ഞെട്ടിച്ച് കളഞ്ഞു. അടിപൊളിയായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ മത്സരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടോ? കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഓ, കാര്യം ഇത് നേരത്തെ ഉണ്ടായിരുന്നൊരു സാധനമാണ്. പിന്നെ കുറേ കാലമായിട്ട് ഇതിങ്ങനെ കേൾക്കാനേ ഇല്ലായിരുന്നു ഇങ്ങനെ കേട്ടോ, ഈ ബീറ്റ് ചെയ്യുന്ന ഒരു സംഭവം. പക്ഷെ അതൊരു വെറൈറ്റി ആയിപ്പോയി കേട്ടോ, ഒരു രക്ഷയില്ല. കാര്യം നമ്മുടെ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള സംഭവങ്ങളും അതിൽ ആഡ് ചെയ്തു എന്നുള്ളതാണ്. സിനിമയിലെ ഇതൊക്കെ വന്നിട്ട് സൂപ്പർ ആയിരുന്നു. അതാരും അങ്ങനെ തപ്പിയെടുക്കാത്തൊരു മേഖലയാണത്. കാര്യം ഇത് ഇച്ചിരി റിസ്ക് ഉള്ളതാണ്. ഒരു നമ്മൾ സംസാരിച്ചൊരു ചിരിപ്പിക്കുക എന്ന് പറയുന്നതിനെക്കാട്ടിലും അപ്പുറമാണ് ഈ തൊണ്ട കൊണ്ട് ഇത്രയും ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുക. അതും പല പല വെറൈറ്റി. ഇപ്പോഴത്തെ ഡി ജെക്ക് എന്തൊക്കെ നമ്മൾ ആ ഡി ജെയുടെ സ്റ്റേജിൽ ഇരുന്ന് കേൾക്കുന്ന ആ ഒരു ഫീല് തന്നു. സത്യം, അതും എല്ലാ ബീറ്റും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ബേസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതേപോലെ കിടക്കുകയാണ്. ഗംഭീരമായ യാസിൻ. വീട്ടിലാരൊക്കെ ഉണ്ട് യാസിൻ? വീട്ടില് ഉമ്മച്ചി, വാപ്പച്ചി, തത്ത, വെല്ലുമ്മ. ഓ, ഗംഭീരായി കേട്ടോ, അടിപൊളി. അയ്യോ യാസിനെ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നത്. 10ാം ക്ലാസ്, +1, +2 അല്ലേ, അതിന് മുകളിലേക്ക് പോകാറില്ല ശരിക്കും പറഞ്ഞല്ലേ. യങ് ടാലൻസ് വരാറുണ്ട്. അത് വന്നാക്കണത് എല്ലാം കൈവിട്ട കളികളാണല്ലേ. യാസിന് എത്രല്ല പഠിക്കണത്? ഞാൻ +1ലേക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. +1 ആയല്ലേ. പക്ഷെ പെർഫോമൻസ് യൂണിവേഴ്സിറ്റി തലം ഉണ്ടാ. അത് ഭയങ്കര പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നസീർക്ക് വേറൊരു കാര്യം പറഞ്ഞു, ഇത് ഭയങ്കര റിസ്ക് ആണ്. ഒരു സ്റ്റാർ ചെയ്യുന്ന പോലെ അല്ല ഇത്. ഒരു സ്റ്റാറിന് ആ ഒരു വോയിസ് മാത്രം, ആ ഒരു മോഡുലേഷൻ മാത്രം നമുക്ക് പറഞ്ഞാൽ മതി. ഇതങ്ങനെയല്ല, ഒരു സമയത്ത് തന്നെ 4 ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അത് പ്രാക്ടീസ് ചെയ്യേണ്ട. അയ്യോ, ഒരുപാട്. എങ്ങനെയാണ് പ്രാക്ടീസിനൊക്കെ സമയം കണ്ടെത്തുന്നത്? എങ്ങനെയാണ് ഈ പഠിത്തത്തിന്റെ ഒക്കെ ഇടയിൽ? ഇല്ല, ഇത് പ്രത്യേകിച്ച് സമയം തന്നെ നമുക്ക് വയലിൽ ഒരു കാര്യത്തിനോട് സ്നേഹം വന്നു കഴിഞ്ഞാൽ, ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണല്ലോ. പാട്ടിനോടായാലും മിമിക്രി, എന്ത് കലയിലും അങ്ങനെയാണല്ലോ. സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് രക്ഷപ്പെടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ആ സമയത്ത് അത് വരും. എന്തായാലും കിടില് വരുന്നിട്ടോ. കാരണം ആ ഏറ് ഉള്ളിലേക്ക് എടുക്കുന്നതൊക്കെ ലാസ്റ്റ് കാണിച്ച ആ സംഭവം ഉഗ്രനായിരുന്നിട്ടാ. അതാണ് ഇതിനകത്തേക്ക് വരാനുള്ളൊരു ആ ഗ്യാപ്പ് കുറേ വേണം. ചാർജ് ചെയ്യോ മോൻ? സ്റ്റാർ ചെയ്യാറില്ല. ഓക്കെ, അത് ഗംഭീരമായിട്ട് തന്നെ നടക്കട്ടെ എന്തായാലും കേട്ടോ. സ്റ്റാർ ചെയ്യുന്ന വായിലൊരു ഗ്യാപ്പ് കിട്ടണ്ടേ? അവന് ആകെ ചെവി കൂടെ, മൂക്കി കൂടെ, കണ്ണി കൂടെ എല്ലാം ശബ്ദം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ആർട്ടിസ്റ്റാണ്, ഉന്നതങ്ങളിലെത്തും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. യാസൻ ഇപ്പൊ 16 വയസ്സ്. 16 വയസ്സ്. ഈ വയസ്സിനകത്ത് ഇത്രയും ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ നിനക്ക് പറ്റില്ല. പക്ഷേ അത് അതിന് മുകളിൽ, എത്രയോ മുകളിൽ 4 ശബ്ദങ്ങളൊക്കെ ഒരുമിച്ച്. എനിക്കൊന്നും ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്ച്വലി പല പിള്ളേരുടെയും വായിൽ നിന്ന് വരുന്നത് പലതുമാണ്. പക്ഷെ ഇതാ വായിൽ നിന്ന് വരുന്നത് മുഴുവൻ ഒരു അസറ്റാണ്. നമുക്ക് സമൂഹത്തിലെ പിള്ളേർ കണ്ടു പഠിക്കേണ്ടതാണ്. കാരണം ആ ഒരു പ്രായത്തിനകത്ത് ഒരാൾ പഠിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ അതൊരു കലയുടെ രൂപത്തിൽ പഠിച്ച് അത് പെർഫോം ചെയ്യാന്നുള്ളതാണ്. പണ്ടൊക്കെ നമുക്ക് മ്യൂക്കറിയിൽ ഭൂമി ഉരുണ്ട ഗോളമായിരുന്നു, കിളികളും. അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിലറിലേക്ക് പോയി. ട്രെയിലർ ഭയങ്കരമായി നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് ഒരു കാലം ഉണ്ടായിരുന്നു. അത് തന്നെയല്ല അന്നത്തെ കിളി എന്ന് പറഞ്ഞാൽ ഒരു കിളിയുടെ ശബ്ദം കൈ ഇങ്ങനെ വെക്കാം, ഏത് കിളി വരുന്നു. സുപ്രഭാതം. അത് കഴിഞ്ഞ് ശബ്ദം, അതെ, ടൂൾസിന്റെ ശബ്ദം. പിന്നെ അതിന് തബലയും മൃദംഗവും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളിലേക്ക് മാറി. അപ്പോഴും ബീറ്റ് ബോക്സ് എന്നുള്ള കൺസെപ്റ്റേ ഇല്ല അന്ന്. അതൊക്കെയാണ് ജോർജ് ചേട്ടനൊക്കെ തബലയും മൃദംഗമൊക്കെ ആയിട്ട്, നാഷികൊക്കെ ആയിട്ട് അവർ കച്ചേരിയൊക്കെ നടത്തുമായിരുന്നു. പക്ഷേ ഇതൊരു കാലഘട്ടം, ഈ അടുത്ത കാലത്ത് നമ്മൾ കുറേ പേര് ഇത് ചെയ്തിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് വന്നെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് ആ ഗ്യാപ്പിൽ നിന്നും നമ്മൾക്ക് പുതിയ ഈ ഐറ്റത്തിലൂടെ വന്നത് 4 ശബ്ദങ്ങളൊന്നും നമ്മൾ ലൈഫിൽ ഇതുവരെ കേട്ടിട്ടില്ല. ഒരുമിച്ച് ചെയ്യാൻ വലിയ പാടാണ്. ഒരു വലിയ ഫ്യൂച്ചർ മുന്നിൽ കിടപ്പുണ്ട്. ഐറ്റം വേറെയുടെ ഫ്ലോറിൽ നിന്നാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ മുഹമ്മദ് യാസിന്റെ ആദ്യത്തെ ഓഡിഷൻ കഴിഞ്ഞത്, ആദ്യത്തെ പെർഫോമൻസും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു വേദിയിൽ നിന്നാണ് ഇപ്പൊ നേരത്തെ ഷാജേട്ടൻ പറഞ്ഞുള്ള തുടക്കം. ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ചടി കയറ്റമാകട്ടെ. ശരിക്കും നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ പെർഫോമൻസ് കൊണ്ട്. ഇനിയും നമ്മുടെ വേദിയിൽ വരണം. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ അടുത്ത വെറൈറ്റി ഐറ്റവുമായി എത്തുന്നു കൊച്ചു പ്രതിഭേട്ടൻ, വിഷു ചേട്ടൻ ആൻഡ് സ്മൃതി. ഞങ്ങളുടെ ഈ മെനകെട്ട് പറമ്പിൽ തറവാട്ടുകാര് ഇതേവരെ പെണ്ണുങ്ങളെ ജോലിക്ക് വിട്ട് ജീവിച്ചിട്ടില്ല. ഇന്നേ കാലം വരെ ഞങ്ങളുടെ തറവാട്ടിൽ അങ്ങനെ ഒരു കീഴ്വഴക്കില്ല, ഇരുപത്തുണ്ടാവില്ല. അന്തസ്സുള്ള അച്ഛൻ്റെ അമ്മയുടെ മോനാ ഞാൻ. ആ എന്നെ പട്ടിക്ക് പോലും വില തരാണ്ട് എൻ്റെ പെണ്ണുമ്പിള്ള ജോലിക്ക് പോകാൻ വേണ്ടി ഒരുക്കി കെട്ടി നിൽക്കുക. അവളെ ഞാൻ വിടാം. അവളെ
നീ പോണെങ്കിൽ എന്റെ മേത്തേക്കുള്ള വണ്ടി കയറ്റിക്കൊണ്ട് പോകും. ചേട്ടാ എനിക്ക് മാറി ചേട്ടാ. മാറൂല മാറൂല മാറൂല. അഥവാ പോവാണെങ്കിൽ എന്നെ നെഞ്ചത്തേക്കിടെ കയറ്റിക്കൊണ്ട് പോടി. ശ്ശോ, ഒരു ഭർത്താവ് പറഞ്ഞ ഭാര്യ എങ്ങനെ കേൾക്കാണ്ടിരിക്കുന്നേ? അയ്യോ 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 എന്നെ വണ്ടി കയറ്റി കൊല്ലാൻ പോണേ. നിനക്കെന്തൊരു പ്രാന്ത? ചേട്ടനല്ലേ എപ്പോഴും പറയുന്നത് ചേട്ടൻ പറയുന്ന ഒന്നും ഞാൻ അനുസരിക്കാറില്ലെന്ന്. എങ്ങനെയുണ്ട്? 8 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഞാൻ പറയണ ഒന്നും അനുസരിച്ചിട്ടില്ല. ആദ്യമായിട്ട് അനുസരിക്കാൻ പോവാ. എന്നെ വണ്ടി കയറ്റി കൊല്ലാനായിട്ട്. നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താ? നിങ്ങളെ നീ ജോലിക്ക് പോവണ്ട. ശരി, ഞാൻ ഈ ജോലി രാജിവെക്കാം. എന്നിട്ട് ഞാൻ തൊഴിലുറപ്പിന് പോവാം. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നീ പോവില്ലോ. അതെന്താ? തൊഴിലുറപ്പിന് നീ പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരുന്നൊരു ഉറപ്പെനിക്കില്ല. ഹലോ 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 എടാ എന്താ പ്രശ്നം എന്താ? നേരമായല്ലോ തുടങ്ങിയിട്ട്. എന്റെ ഭാര്യ 8 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം കഴിയുമ്പോൾ ഇവള് പറഞ്ഞത് എനിക്ക് പഠിക്കണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്കോ വിദ്യാഭ്യാസമില്ല, പെണ്ണ് തന്നെയെങ്കിലും വിവരം വിദ്യാഭ്യാസമായിട്ടിരിക്കട്ടെ എന്ന് വെച്ച് പഠിക്കാൻ വിട്ടു. മാത്രമല്ല PSC എഴുതിച്ച് ജോലി മേടിച്ചു കൊടുത്തു, സർക്കാർ ജോലി. ഇത് കിട്ടിയത് വയനാടാ. എന്നിട്ട് ഞാൻ എൻ്റെ ഉന്നതങ്ങളിലുള്ള പിടിപാട് വെച്ച് വീടിൻ്റെ തൊട്ടടുത്തേക്ക് മാറ്റിക്കൊടുത്തു. മറ്റുള്ള ഭർത്താക്കന്മാർ ജോലിക്ക് പോകണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞു കണ്ടു കയ്യാലെ പൊക്കോ പൊക്കോ പൊക്കോ. ഇയാള് പൊക്കാന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? എനിക്ക് ജോലിയുള്ളത് ബീവറേജിലാ. അവിടെ ബില്ലടിക്കുന്ന സ്റ്റാഫാണ് ഞാൻ. അല്ലാതാണ് ഇയാള് പൊക്കോ എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ, നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ പറയണം. ഒരു പലചരക്ക് കടയിലെ ജോലിക്കാരൻ രാത്രി പണി കഴിഞ്ഞ് വരുമ്പോൾ 2 പഴം അവനവൻ്റെ കൊച്ചിനെടുത്ത് കഷത്തിൽ വെക്കും. ഒരു ചായക്കടക്കാരൻ വീട്ടിൽ വരുമ്പോൾ 2 ബിസ്ക്കറ്റ് എടുത്ത് കയ്യിൽ വെക്കും. ഇവിടെ വരുമ്പോൾ ഒരു പൈന്റ്, ഒരു ക്വാർട്ടർ, ഒന്നും വേണ്ട ഇഷ്ടംപോലെ കാലിക്കുപ്പിണ്ട്. 2 പെഗ് എനിക്ക് കൊണ്ടുതരാൻ പാടില്ലേ? കൊണ്ട് തരാൻ വേണ്ടിട്ട്. എടോ, അങ്ങനെ കൊണ്ട് തരണമെങ്കിലേ ആ ബീവറേജ് ഒന്നെങ്കിൽ നിങ്ങളുടെ പിതാശ്രീ വകയായിരിക്കണം, അല്ലെങ്കിൽ എന്റെ പിതാശ്രീ വകയായിരിക്കണം. കേമായി നിന്റെ പിതാശ്രീ എന്റെ പിതാശ്രീ അങ്ങനെ കൂടെ ബിവറേജ് തുടങ്ങിയ ഒരു തുള്ളി പോലും നാട്ടുകാർക്ക് കിട്ടുമോ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അന്തസ്സായിട്ട് ജോലിക്ക് പോയി പൈസ മേടിച്ചിട്ട് അതുകൊണ്ട് മേടിച്ചോണ്ട് വരണം. ഇവക്കളെ വർത്താനം കേട്ടാ തോന്നി ഞാൻ ഒരു പണിക്കും പോകാണ്ട് വെറുതെ എവിടെ ഇരിക്കുമെന്ന്. അതല്ല സത്യം. എന്ത് സത്യം? ഇന്ന് നിങ്ങൾക്ക് പണി ഉണ്ടായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് പോയാ? ആര് പറഞ്ഞു എനിക്ക് പണി ഉണ്ടായിരുന്നു? മധുചേട്ടൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പണി ഉണ്ടായിരുന്നു, നിങ്ങൾ പോയില്ലെന്ന്. മധുചേട്ടൻ എപ്പ പറഞ്ഞു? നിങ്ങൾ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഒന്ന് പറഞ്ഞു. അമ്പടാ, കാക്കയുടെ കൂട്ടിലെ കുയിൽ വന്ന് മുട്ടയിട്ട പരിപാടിയാണോ കാണിച്ച? അവനെ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞ അവനെ പച്ചക്ക് കത്തിച്ച് ആ ചാരം കൊണ്ട് പല്ലിയേക്കും. ഇത്രയും പാടുണ്ടോ ചേട്ടാ ആ കായലിൽ പോയി കക്ക വരാൻ? അക്കടെ ഈ പറച്ചില് കേട്ട് ഞാൻ കായലിൽ കക്ക വാരാൻ ചെന്ന ഇന്നലെ. അവിടെ നിന്ന് ഭയങ്കര വേലിയേറ്റ സമയം. ഞാൻ മുങ്ങും പൊങ്ങും മുങ്ങും പൊങ്ങും. ഇത് കണ്ടുവെച്ച് ഇപ്പൊ പുറത്തിരുന്ന 2 പിള്ളേര് ആളുടെ ഫിഫയുടെ വേൾഡ് കപ്പ് കൂടുന്ന കായലിൽ കളഞ്ഞു എന്നെ അങ്ങനെ കുട്ടികൾ തലമാരി. അറിയാമോ പ്രശ്നം എന്തുവാ? എന്റെ പ്രശ്നം നീ ഇന്ന് പോവരുത്. എനിക്ക് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകണം. ഇങ്ങനെയുണ്ടല്ലോ എന്തുവാ ചെയ്തെന്നറിയാവോ? നാട്ടിലെല്ലാം ചെന്ന് പറഞ്ഞേക്കുക എന്റെ ഭാര്യ ബീവറേജിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്തോരം സാധനങ്ങൾ ബീവറേജിൽ നിന്ന് വാങ്ങുന്നോ അതിന്റെ പകുതി വില അയാൾക്ക് കൊടുത്താൽ മതിയെന്ന്. എന്നിട്ട് ആ പൈസ മേടിച്ചോണ്ട് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാന്നേ. നീ പോയാലും കൊള്ളാം, പോയില്ലെങ്കിലും കൊള്ളാം, എനിക്ക് എന്റെ 7000 രൂപ വേണം. 7000 രൂപ? അപ്പുറത്തെ ബേബിച്ചാന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ വൈകിട്ട് സാധനം കൊടുക്കേണ്ടതാണ്. കാശ് ഞാൻ 7000 രൂപ മേടിച്ചു വെച്ചേക്കുവാ. അത് വിട്. 7 രൂപയല്ല, 7000 രൂപയാ. അത് ഞാൻ വളരാൻ വേണ്ടി ഒരു ബാഗിലിട്ടേക്കുവാ. ബാഗിലോ? ഏത് ബാഗില്? ലുഡോ 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 കളിച്ചോളാം. 7000 രൂപ കളഞ്ഞിട്ട് വന്നേക്കോ കാലമാടൻ. നീ പോകരുത് പറഞ്ഞാ പോകരുത്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. ഞാൻ ഒരു കാര്യം ഞാൻ പറയണ്ടേ, ഇങ്ങോട്ട് നോക്ക്. എന്റെ ഈ താക്കോലുണ്ടോ നിങ്ങള്? എന്റെ ചോറാണിത്, ബീവറേജിന്റെ. അതിന്റെ താക്കോലാണ് സ്ഥാപനത്തിന്റെ. ഈ ചോറ് നിങ്ങൾ മണ്ണ് വാരിയിടരുത്. ഇതാണോ നിന്റെ ചോറ്? അതെ. നിന്റെ ചോറിന്ന് നിന്റെ വേണ്ട. താക്കോല് വിഴുകിയിരിക്കുന്ന അവസ്ഥ അച്ഛനെ വിളിച്ച അടിച്ച് കല്യാ പൊട്ടിക്കും. അതല്ല, അച്ഛനെ വിളിച്ച് പറയട്ടെന്ന്. ആരെയും വിളിക്കണി. ഹലോ ഹലോ, ഞാൻ അച്ഛന്റെ മോള്. അത് നീ പറഞ്ഞിട്ട് വേണം എനിക്കറിയാൻ. അയ്യോ, എന്റെ പൊന്നച്ഛ, എന്റെ ഭർത്താവില്ലേ? അവനില്ലെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. എന്റെ അച്ഛൻ സമാധാനത്തോടൊന്ന് കേക്ക്. എന്നാ മോനെ? എന്റെ ഭർത്താവ് താക്കോല് വിഴുങ്ങി. എന്റെ ദൈവമേ, പലതരം വിഷമം കണ്ടിട്ടുണ്ട്. താക്കോല് വിഴുങ്ങി വിഷമം തീർക്കുന്ന ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. എന്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ടോ? വണ്ടിയുണ്ട്. അവന്റെ സ്വഭാവത്തിന് ആ വണ്ടിയാണ് അവൻ വിഴുങ്ങേണ്ടത്. താക്കോലിൽ ഒതുങ്ങിയത് അവന്റെ ഭാഗ്യം. അയ്യോ അച്ഛാ, വണ്ടിയുടെ താക്കോലല്ല ചേട്ടൻ വിഴുങ്ങിയത്. പിന്നെ അവൻ എന്താണ് വിഴുങ്ങിയത്? ബീവറേജിന്റെ താക്കോല. എന്നാത്തിന്റെ? ബീവറേജിന്റെ. അയ്യോ
അയ്യോ അച്ഛാ, ചേട്ടന് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ പേടിക്കണ്ട. കുറച്ച് കഴിയുമ്പോ ചന്തയിലോട്ട് ഒരു 1/2 ലിറ്റർ മേടിക്കാൻ ഞാൻ പോവായിരുന്നതാണ്. അത് ഈ കാലപാടം നശിപ്പിച്ച്. അച്ഛൻ എന്താ ചെയ്യണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, അവനെ പിടിച്ചൊന്ന് കുറഞ്ഞു നോക്കിയേ. അയ്യോ പറ്റത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളൊരു ഫാമിലി ഡോക്ടർ ഉണ്ട്, ഡോക്ടർ ത്രിവർണൻ. അവനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. ശരി. പൊന്നെ ചേട്ടാ, ഇക്കള് മാറിയില്ലേ? അയ്യോ എന്തോ ചെയ്യ് ചേട്ടാ, കുറച്ച് എണ്ണയും മണ്ണെണ്ണയും കൂടെ ഒഴിച്ചാലോ? എന്നിട്ട് മൂക്കിക്കട 2 തിരിയിട്ട് കത്തിക്കടി, നിന്റെ വിഷമം തീരട്ടെ. ഹലോ, എന്റെ പൊന്നമ്മയെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേ എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന്. എനിക്ക് അമ്മയോട് ഇപ്പൊ സംസാരിക്കാൻ താല്പര്യം, ഞാൻ ഡ്യൂട്ടിയിലാണെന്നേ. ശരി, വെച്ചേ, ഫോൺ വെച്ചേ. ആരാ സാറേ? അമ്മയാ, ജീവന. അത് കേട്ടപ്പോ തോന്നി അമ്മയുടെ ജീവൻ എടുക്കാനുള്ള താല്പര്യമുള്ള മോനാണ്. ഞാൻ വിളിച്ചു പറയണ്ട. താമസിച്ച് വരാൻ ഒരു സഞ്ചാരം ഉണ്ടായത്, അതിന് പോയേക്കുമായിരുന്നു. അയ്യോ എന്തോ പറ്റി? മരിച്ചുപോയി. അല്ലെ പിന്നെ സഞ്ചാരത്തിന് പോകേണ്ട കാര്യമുണ്ടോ? ജീവിച്ചിരിക്കുന്ന ആളുടെ സഞ്ചാരത്തിന്. അതല്ല, എങ്ങനെയാ മരിച്ചേന്ന്? അയ്യോ, അത് ചെറുതായിട്ടൊന്ന് മൂത്രം ഒഴിച്ചത് ആള് മരിച്ചുപോയി. ആള് മരിക്കോ? പിന്നെ കുടിച്ച് ലോതമില്ലാതെ ട്രാൻസ്ഫോമറിന്റെ മുന്നിൽ പോയി കിടന്ന് മുള്ളി ആള് ചത്തുപോയില്ലേ, അങ്ങനെ മരിച്ചാ. ഇതെനിക്കും വേണം കേട്ടാ. പാത്തത്താറാവ് 2 കുഞ്ഞിനെ എനിക്ക് വേണം. എന്നാ പറ്റൂടാ? ഈ നിസ്സാര കാര്യത്തിന് ഇവരെന്നെ വിളിച്ചു വിളിച്ചത്. ഇത് ഫോണിൽ കൂടെ പറഞ്ഞാ പോരെ. ഇത് ഞാനിപ്പോ മാറ്റി തരാം. മോനെ, നിസ്സാരമായിട്ട് മാമ മാറ്റി തരാം. ഇക്കിളും ഞാനും അക്കരക്ക് പോയി, ഇക്കിളിനെ ഞാൻ അവിടെ നിർത്തി, ഞാനിക്ക് പോന്നു. ഇക്കിളും ഞാനും അക്കരക്ക് പോയി, ഇക്കിളിനെ അവിടെ നിർത്തി, ഇക്കിളും ഞാൻ പോന്നു. പറഞ്ഞു ഇക്കിളും ഞാനും അക്കരക്ക് പോയി, അക്കരെ ചെന്നിട്ട് ഇക്കിളും ഞാനും അവിടെ ഒറ്റയ്ക്ക് നിന്ന്, ഇക്കിളും ഞാനും അക്കരെ വന്നിട്ട് ഇക്കിളും ഞാനും കൂടെ അവിടെ ഒറ്റയ്ക്ക് നിന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, എടി ഇവൻ ഇങ്ങനെ ഇക്കിൾ എടുക്കാനായിട്ട് ഇവൻ വല്ല കട്ട് തിന്നു? അയ്യോ, കട്ട് തിന്നല്ല, വിഴുങ്ങിയതാ. എന്താണ് വിഴുങ്ങിയത്? താക്കോലി. നിസ്സാര കേസുണ്ട്. ഇക്കളും ഞാൻ നിങ്ങളുടെ അക്കരെ പോയി, ഇക്കളിനെ അക്കരെ ആക്കിയിട്ട് ഞാൻ അവിടുന്ന് ഇക്കരേക്ക് പോന്നു. ഇക്കിളും ഞാനും കൂടെ അക്കരക്ക് പോയിട്ട് ഇക്കിള് ഇത് എന്നെ പറഞ്ഞു മനസ്സിലാക്കുന്നത്. പറയാങ്ങോട്ട്, ഇങ്ങോട്ട് വേണം. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കീ ഹോൾ സർജറി അങ്ങ് നടത്താം. കീ ഓൾറെഡി ഉണ്ട്, ഹോള് മാത്രം ഇട്ടാ പോരെ. ശരിയാണ്. അതിന് അവൻ അങ്ങനെ പറഞ്ഞേ? അത് പേടിച്ചിട്ടായിരിക്കും. പേടിച്ചിട്ടാണോ നീ അങ്ങനെ പറഞ്ഞത്? പേടിയുണ്ട്. പേടിക്കണ്ട കേട്ടോ. ഈ കീ ഹോൾ സർജറി വലിയ പേടിയില്ല. ആദ്യം മോന്റെ കയ്യിൽ ഒരു ഇഞ്ചക്ഷൻ വെക്കും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ നിന്നെ വെട്ടി പൊളന്ന് അതിന് താക്കോൽ മാറ്റി വെച്ചിട്ട് നിന്നെ ഇടും. നീ പേടിക്കണ്ട കേട്ടോ. പിന്നെ ഇവൻ ഇങ്ങനെ പെരുമാറാൻ നിങ്ങൾ തമ്മിൽ വല്ല വിഷയം ഉണ്ടാകും? എന്നും വഴക്കാ. ഞാൻ ജോലിക്ക് പോകണ്ടെന്നാ ചേട്ടൻ എപ്പോഴും പറയുന്നേ. ഡോക്ടർ അറിയോ ഞാൻ എന്തുകൊണ്ടാ ജോലിക്ക് പോകുന്നേന്ന്? എന്താ? ചേട്ടൻ എപ്പോ വെളിയിൽ പോയാലും എന്നെ ഇട്ടിട്ട് പോകത്തുള്ളൂ. ഇവൻ എപ്പോഴൊക്കെയാണ് മോളെ ഒറ്റക്കാക്കിട്ട് പോകുന്നത്? ആ സമയം കറക്റ്റ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണേ. എപ്പോഴൊക്കെ പോണെന്ന് പറഞ്ഞു കൊടുക്ക്. ഇയാളുടെ ഉദ്ദേശം എനിക്കറിയാം. മാറിക്കണോ? ഇയാള് കല്യാണം കഴിച്ചാണോ? ആദ്യം ഒരു കല്യാണം ഞാൻ കഴിച്ചു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഡൈവേഴ്സ് ചെയ്തു. രണ്ടാമതൊരു കല്യാണം കഴിച്ചു, അതെനിക്ക് ബോധിച്ചില്ല, ഡൈവേഴ്സ് ചെയ്തു. മൂന്നാമത് കിട്ടി, ഡൈവേഴ്സിന്റെ വക്കി നിൽക്കുക. ഇത്തിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അങ്ങോട്ട് നിന്നാ മതി. ഇവന് ഷോർട്ട് ഫിലിമിനോടല്ല താല്പര്യം, വെബ് സീരീസിനോടാ. ഇവന്റെ താക്കോൽ അവിടെ തന്നെ ഇരിക്കട്ടെ. അയ്യോ അങ്ങനെ പറയല്ലേ, എന്തെങ്കിലും വഴി വെച്ച് എടുക്ക് പ്ലീസ്. ഒരു കാര്യം ചെയ്യ്, വാ തുറന്നേ. ഇവിടെ വാ തുറക്കണ എടുക്ക. ഒരു ISA മുദ്രയുള്ള താക്കോലാണോ? 618. സംഭവം അതിന്റെ അകത്തുണ്ട്, സാധനം അതിന്റെ അകത്തുണ്ട്. ഒരു കാര്യം ചെയ്യ്, എന്തോ ചെയ്യൂത്? എല്ലാം പരീക്ഷിച്ചു നോക്കാം, നമ്മുടെ കയ്യിലുള്ള സാധനമല്ലേ. എന്നെ വെട്ടി കീറാൻ പോവാണോ? പേടിക്കണ്ട. വേറൊരു പരിപാടി പെട്ടെന്ന് വേണം, പെട്ടെന്ന് സമയം തീരുന്നുണ്ടേ. കാരണം എന്നെ വിളിക്കും ഇപ്പൊ അവിടുന്ന്. ഈ സംഭവം ഇത് എവിടെ ഇരിക്കുന്നെന്ന് നമുക്ക് അറിയത്തില്ല. മുനിങ്ങൊന്നടാ, ഇത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം എവിടെ ഇരിക്കുന്നതെന്ന്. ഇവിടെ ഇല്ല. മാഗ്നറ്റ് ഇല്ല പിടിച്ചാനെ. ഇവിടെ ഇല്ല. ഈ വകത്തായിട്ട് കിടപ്പുണ്ട്. ഇത് വേറെ വിഷയമൊന്നുമില്ല. ഇത് നമ്മൾ പറയുന്ന പോക്കിന് ഇത് വേറെ വിഷയമൊന്നും. ഇത് കൊള്ളാലോ കളി. ഇത് നല്ല രസമുണ്ട്. ഞാൻ സ്പൈഡർമാന്റെ സിനിമ മാത്രം ഇത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ നല്ല രസമുണ്ട്. പിന്നെ കിടക്കാച്ചിട്ടുണ്ട്.
ഹായ് ഈ താക്കോൽ ഇതിനകത്ത് തന്നെ കിടക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു വിഷയമില്ല. അന്ന് അവിടെ തന്നെ കിടന്നോട്ടെ. അല്ല ഇത് കുറച്ചാൾ എനിക്ക് വേണേ. അതെന്തിനാ? എനിക്ക് ആവശ്യം വരും. ആവശ്യം വരും. അതിനങ്ങനെ പറഞ്ഞത്? കാണിച്ചു തരാം. അവിടെ കുറച്ചേരം അവിടെ ഇരിക്കട്ടെ. അതെന്തിനാ? ഇങ്ങനെ വരച്ച വര നിർത്തണം ഞാൻ കുറെ നാളായി ആഗ്രഹിക്കുന്നു. ഇങ്ങനെ കുറച്ചു ദിവസം അങ്ങ് പോട്ടെ. ബീവറേജിന് താക്കോലല്ലേ, ഞാൻ വേറെ എന്തെങ്കിലും ഒപ്പിച്ചോ. എന്റെ ദൈവമേ. ഷാജി ചേട്ടാ, Yes. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ സ്കിറ്റ്? സ്കിറ്റ് നന്നായിരുന്നു, പെർഫോമൻസ് നല്ല രസമായിരുന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഹ്യൂമർ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. പിന്നെ എപ്പോഴും ഈ കൊച്ചുപ്രദീപിൻ്റെ സ്കിറ്റ് വരുമ്പോൾ നമ്മളിങ്ങനെ കൗതുകത്തോടെ ഇരിക്കും. ഭയങ്കര രസമായിട്ട് എനർജി ലെവൽ ഭയങ്കര കൂട്ടിയിട്ടാണ് തുടങ്ങുന്നത്. കൊച്ചുപ്രദീപിന് പുതിയ സ്വപ്നങ്ങളുടെ ചിറക് മുളയ്ക്കുകയാണ്, പുതിയ വീട് വരാൻ പോകുന്നു. അപ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ സംഘടന അതിന് വേണ്ടിയിട്ട് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ആ വിശേഷം കൂടെ ഞാനിതിൽ ഷെയർ ചെയ്യാണ്. ആക്ച്വലി കൺഗ്രാറ്റുലേഷൻ. ഒരു മനുഷ്യ ഏറ്റവും ഹാപ്പി ആവുന്ന നമ്മൾ അവിടെയാണല്ലോ. നമ്മൾ സ്വന്തമായിട്ടൊരു വീടെന്ന് പറയുന്ന സ്വപ്നമാണ്. അപ്പോൾ എന്തായാലും നല്ലതായിരുന്നു. അത്രയേ ഉള്ളൂ. എനിവേ ഗുഡ്. താങ്ക് യു. താങ്ക് യു ചേട്ടാ. നസീറിക്ക, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എറിയുന്നവൻ്റെ കല്ല് കുടിക്കയില്ലെന്നും. ഇത് നല്ല ടീമാണ് നിങ്ങളെ. പക്ഷേ ഈ സ്കിറ്റ് നമുക്ക് ഉദ്ദേശിച്ച രീതിയിലേക്ക് അങ്ങ് എത്തിപ്പെടാൻ പറ്റിയില്ല. തമാശ തീരെ കുറവായിരുന്നു. സാജു ശകലം സൂചിപ്പിച്ചങ്ങ് പറഞ്ഞതേ ഉള്ളൂ. തമാശയുടെ ക്ഷാമമുണ്ട്. കാര്യം നിങ്ങൾക്ക് തന്നെ അതറിയാം, കളിച്ച് വരുമ്പോഴറിയാമല്ലോ. നമ്മളെക്കാട്ടിലും കൂടുതൽ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് ആ ചിരി വരുമ്പോഴാണ് നിങ്ങൾക്ക് കളിക്കാനൊരു എനർജി ഉണ്ടാകുന്നത്. പക്ഷേ നല്ല രീതിയിൽ നിങ്ങളത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. തമാശ കുറവാണെങ്കിലും പക്ഷെ തമാശയാണ് നമുക്ക് ആവശ്യം. അത് ഇതിൻ്റെ അകത്ത് നല്ലവണ്ണം കുറഞ്ഞു പോയി. ഒരു മിനിമം ഗ്യാരണ്ടി നമുക്കുണ്ടല്ലോ, ഇത്രയിലൊക്കെ തരുമെന്നുള്ളത്. ഇതങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. നല്ല ടീമിനെ കിട്ടിയാൽ നല്ല സ്ക്രിപ്റ്റ് കൂടെ തപ്പിയെടുക്കണം കേട്ടോ. അത് കണ്ടൻറ്റ് വലിയ കുഴപ്പമില്ലാത്തൊരു കണ്ടൻറ്റാണ്. പിന്നെ ഡോക്ടർ വരുന്ന അതൊക്കെ ബാലിശമായ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിപ്പോയി ആ ഭാഗത്തേക്കൊക്കെ. അതൊന്നും അല്ലാതെ കുറച്ചുകൂടെ ഒന്ന് ഉയർന്ന രീതിയിൽ ചിന്തിച്ചാൽ നല്ല നല്ല സാധനങ്ങൾ കിട്ടും. അതിനുള്ള തലയുള്ളവരാണ് നിങ്ങൾ. അതിനുവേണ്ടി ശ്രമിക്കുക. അടുത്ത പ്രാവശ്യം അങ്ങനെ തന്നെ വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീറിക്ക. ബിജുകുട്ടൻ ചേട്ടാ, നല്ല അവതരണം, നല്ല മൂന്നുപേരും ഗംഭീരമായിട്ട് ചെയ്ത്. തമാശയുടെ കുറവ് നന്നായിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആ പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞ സംഭവം ഉള്ളിയും കൊട്ടോടിയൊക്കെ എടുക്കുന്നതും നമ്മൾ ഈ പറഞ്ഞ കൂട്ടൊക്കെ നേരത്തെയൊക്കെ അതറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് കുറച്ചും കൂടി ഹ്യൂമറൊക്കെ ചേർക്കായിരുന്നെങ്കിൽ നല്ല സ്കിറ്റ് ആയേനെ. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പ്രതി നന്നായിരുന്നു കേട്ടോ. ആക്ടിംഗ് ഒക്കെ രസമായിരുന്നു. പക്ഷേ ഇതൊക്കെയാണ് പ്രശ്നം. നമുക്ക് ആക്ടിങ് മാത്രം പോരല്ലോ, അഭിനയത്തോടൊപ്പം ചിരിപ്പീര് കൂടെ വേണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഈ സ്കിറ്റിന് ഇന്ന് കിട്ടുന്ന പ്രൈസ് മണി എത്രയാണ് എന്ന് നമുക്കറിയാം. നമുക്ക് നസീറിക്ക എടുത്ത് ആദ്യം ചോദിക്കാം. ഞാനൊരു 4000 രൂപ. 4000. ഷാജി ചേട്ടനോ? ഞാനൊരു 5000 രൂപ. 5000. ഓക്കെ, 9000 രൂപയാണ് ഇപ്പോ ടോട്ടൽ ആയിരിക്കുന്നത്. ഇനി നമുക്ക് ബിജുകുട്ടൻ ചേട്ടൻ. ബാക്കി ഞാൻ തന്നേക്കാം, പഠിച്ചോ. 15000 രൂപയാണ് നേടിയിരിക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ. അപ്പം തമാശകൾ നിറച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? അപ്പൊ ഗംഭീര ചിരികളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is Meenakshi signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.